ലോകശക്തികളായ അമേരിക്കയും ബ്രിട്ടന്റെയും പിന്തുണ ഇസ്രായേലിനുണ്ട്. ഇറാന് തുർക്കിയുടെയും. ഇറാനും ഇസ്രായേലിനോടും അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ട് ഇന്ത്യ നിഷ്പക്ഷമായി തന്നെ നിൽക്കും. ഇസ്രായേൽ ഒരേ സമയം ഹമാസും ഹിസ്ബുള്ളയും ലബനനും യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. സൈനിക ശക്തിയും ആയുധശേഖരവുമാണ് ഇറാന്റെ എക്കാലത്തുമുള്ള കരുത്ത്. ഇസ്രായേലിനേക്കാൾ 10 ഇരട്ടി ജനസംഖ്യ കൂടുതലാണ് ഇറാന്റേത്. 5,80,000 സജീവ ഡ്യൂട്ടിയിലും 2,00,000-ലധികം റിസർവ് ഉദ്യോഗസ്ഥരും ഇറാനിനുണ്ട്. എന്നാൽ ഇസ്രായേലിന് 1,69,500 സജീവ സൈനികരും 4,67,000 റിസർവ് സൈനികരും അർദ്ധസൈനികർ 8,000 പേരുമുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റ് $24 മില്യൺ, ഇറാന്റേത് $9.9 മില്യൺ. വ്യോമശക്തിയിൽ ഇസ്രായേലിന് 612 വിമാനങ്ങളും ഇറാന് 551 F-15, F-16, F-35 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനുണ്ട്. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് ആരോ പോലെയുള്ള വ്യോമ പ്രതിരോധം ഇസ്രായേലിനുണ്ട്. എന്നാൽ ഇറാന് മിസൈൽ ശേഖരവും ഡ്രോണുകളുടെയും വൻ ശേഖരവും, ഇതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ളവയുമുണ്ട്. ആയുധശേഖരത്തിൽ ഇസ്രായേലിനാണ് മുൻതൂക്കമെങ്കിൽ കരശക്തിയിൽ ഇറാനാണ് മുന്നിൽ നിൽക്കുന്നത്. 1370 ടാങ്കുകൾ ഇസ്രായേലിനും 1996 ടാങ്കുകൾ ഇറാനുമുണ്ട്. ഇറാന്റെ കപ്പൽ ശക്തി 101 ആണ്, ഇസ്രായേലിൻ്റേത് 67. കൂടാതെ 19 അന്തർവാഹിനി ഇറാനും ഇസ്രായേലിന് 5 എണ്ണവുമാണ്. ഇതിനു പുറമെ ഹിസ്ബുള്ളയും ഹൂതികളും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദികളും ഇറാന് കൂടെയുണ്ട്. ടെക്നോളജിയിൽ ഇസ്രായേൽ മുന്നിലാണ് എങ്കിലും ഇസ്രായേലിന് കടുത്ത വെല്ലുവിളി തന്നെയാണ് ഇറാൻ. ഇതിനു പുറമെ ഇപ്പോൾ ലബനിലും ഗാസയിലും വെസ്റ്റ് ബംഗാളിലും ഇസ്രായേൽ ആക്രമണം ശക്തമായി തന്നെ ഉണ്ട്. തെക്കൻ ലബനിൽ കര ആക്രമണം ഇസ്രായേൽ നടത്തിയെങ്കിലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആക്രമണം നടത്തുന്നത്. അതിനിടെ ഹൂതികൾ ഒരു മണ്ടത്തരം ചെയ്യുകയും ചെയ്തു. USA കപ്പലുകൾ ആക്രമിക്കുകയും ആ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഇതേ തുടർന്ന് ഹൂതികളുടെ 15ഓളം പ്രധാന കേന്ദ്രങ്ങൾ തകർത്തു. അതിനിടെ ജോ ബൈഡൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ പിന്തുണയ്ക്കുകയില്ല എന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാൻ ആക്രമിച്ചതിന് ഇസ്രായേൽ തിരിച്ചു നൽകും. കാരണം അവരുടെ പാരമ്പര്യം അങ്ങനെയാണ്. അത് എപ്പോൾ എങ്ങനെ എന്നതാണ് പ്രശ്നം. അതിനു മുമ്പ് ഹൂതികൾ, ഹമാസ്, ലബനൻ, ഹിസ്ബുള്ള ഇവരെ തലപൊക്കാത്ത രീതിയിൽ ആക്കും ഇസ്രായേൽ. കാരണം ഇറാൻ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുന്ന രാജ്യമല്ല. സൈനിക ബലം കൊണ്ടും ആയുധബലം കൊണ്ടും ശക്തരാണ് എന്ന് ഇസ്രായേലിനറിയാം. അതിനു പുറമെ റഷ്യ എന്ന രാജ്യം അവർക്ക് ഒപ്പമുണ്ട്. എന്തായാലും ആയുധങ്ങൾക്ക് ഒരു ക്ഷാമവും കാണില്ല ഇറാഖിന്. അങ്ങനെ ഉണ്ടായ ലോകരാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തിരിയും. നാശനഷ്ടങ്ങൾ പ്രവചിക്കാൻ പോലും കഴിയില്ല. ഇതെല്ലാം ഇസ്രായേലിന് അറിയാം. നല്ല പോലെ ചിന്തിച്ച് ആയിരിക്കും പ്രവർത്തിക്കുക. ആദ്യത്തെ അറ്റാക്ക് തന്നെ ശക്തമായ രീതിയിലായിരിക്കും ഇസ്രായേൽ നൽകുക. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളോ അതോ എണ്ണ കേന്ദ്രങ്ങളോ ആയിരിക്കും അവരുടെ ലക്ഷ്യം.